സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം മ്യൂസിയവും പരിസരവുമാണ്. അവിടെ മ്യൂസിയം എന്ന് പറയുന്ന പഴയൊരു ഗാലറി ഉണ്ട്. ചില പുരാതനമായ ഒരുപാട് നമ്മുടെ തിരുവനന്തപുരം രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ ആ ബംഗ്ലാവിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് പരിസരത്ത് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് പ്രവർത്തിക്കുന്നില്ല, രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒത്തിരി സസ്യജാലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മുടെ മ്യൂസിയം പരിസരത്ത് ഒത്തിരി വിദേശികളും സ്വദേശികളും സന്ദർശനത്തിനായി വരുന്നുണ്ട്. നിരവധി നോർത്ത് ഇന്ത്യക്കാരും അവിടെ സന്ദർശനത്തിന് വരുന്നുണ്ട്. ഇപ്പോൾ ഡിസംബർ മാസമായതിനാൽ ഒത്തിരി ആളുകൾ വിദേശത്ത് നിന്നും, അതോടൊപ്പം തന്നെ ശബരിമല സീസൺ ആയതിനാൽ തമിഴ്നാടുകളിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നും ഒത്തിരി ആൾക്കാർ ആ മ്യൂസിയം പരിസരത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരവധി ആൾക്കാർ എന്നോട് അഭ്യർത്ഥിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാനായിട്ട്. ഞാൻ അവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തു. ഒത്തിരി കാഴ്ചകൾ മ്യൂസിയം പരിസരത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ചെടികൾ കൊണ്ട് നിറഞ്ഞ ഒരു നല്ലൊരു പ്രദേശമാണ്. നിരവധി ആളുകൾ അവിടെ വന്ന് ഉച്ച സമയങ്ങളിൽ വിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മ്യൂസിയത്തിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം പോയപ്പോൾ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. മ്യൂസിയത്തിൻ്റെ പല ഭാഗങ്ങളിലായി റേഡിയോ ഔട്ട്പുട്ടിൻ്റെ സ്പീക്കറുകൾ കണക്ട് ചെയ്തിട്ട് FM ചാനലുകൾ നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു നിമിഷം പോലും അവിടെ സംഗീതമയമല്ലാതെ ഇല്ല. രാത്രികാലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പകൽ സമയങ്ങളിൽ ഞാൻ ചെല്ലുന്ന സമയത്തെല്ലാം തന്നെ മ്യൂസിയത്തിൻ്റെ അങ്ങിങ്ങായി സ്പീക്കറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ FM സ്റ്റേഷനുകൾ അതുവഴി സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. അവിടെ വന്ന് സമയം ചെലവഴിക്കാൻ വരുന്നവർക്ക് സംഗീതം ആസ്വദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. ഒപ്പം തന്നെ മ്യൂസിയത്തിൻ്റെ പരിസരത്ത് ഒത്തിരി കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള പാർക്ക് കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ പാർക്കും മറ്റ് സ്ഥലങ്ങളുമുള്ള ഭാഗങ്ങളുണ്ട്. മ്യൂസിയത്തിന് സെൻട്രലായിട്ട് തന്നെ ഒരു സ്റ്റേജ് പോലുള്ള ഒരു ഭാഗമുണ്ട്. ആൾക്കാർക്ക് നിന്ന് വിശ്രമിക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമാണത്. ഒരു എന്താ പറയുക, അതിന് സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി ആൾക്കാർക്ക് ആ ഭാഗം ഇഷ്ടപ്പെടുന്നുണ്ട്. പുതുതായിട്ട് ഒരുപാട് വർണ്ണാഭമായ ചെടികൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭാഗങ്ങളിൽ പുതുതായിട്ട് സെറ്റ് ചെയ്യാനായിരിക്കാം കേരള ഗവൺമെൻറ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സഹകരിച്ചുകൊണ്ട് അവിടെ പുതുതായിട്ട് ഒരുപാട് സസ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ അവിടെ പലതരത്തിലുള്ള ഷൂട്ടുകൾ, അതുപോലെ പ്രീ വെഡിങ് ഷൂട്ടുകളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് മ്യൂസിയം പരിസരത്ത് ഉള്ളത്. എല്ലാവർക്കും മ്യൂസിയം പരിസരം വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. തിരുവനന്തപുരത്തുള്ള താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ പോയത് ഒരു ശനിയാഴ്ച ദിവസമായതിനാൽ ഒത്തിരി പാർക്കിംഗ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പാർക്കിംഗ് ചാർജ് 150 രൂപയാണ് ഈടാക്കുന്നത്. മ്യൂസിയത്തിൻ്റെ കാഴ്ച ബംഗ്ലാവിലോട്ട് പോകുന്ന വഴിയിലും ഒപ്പം തന്നെ
മ്യൂസിയത്തിൻ്റെ രണ്ടാമത്തെ ഗേറ്റിൻ്റെ എക്സിറ്റ് ഗേറ്റിൻ്റെ ആ ഭാഗം വരെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഏകദേശം ഞാൻ എത്തിയ സമയത്ത് തന്നെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ. കാഴ്ചകൾ കണ്ട് മടങ്ങുന്നവർ പോകുന്നതനുസരിച്ച് സെക്യൂരിറ്റി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഒരു വാഹനത്തിന് 150 രൂപയാണ് ഈടാക്കുന്നത്. ഒത്തിരി കാഴ്ചകൾ തന്നെ മ്യൂസിയത്ത് കാണാനായിട്ടുണ്ട്. മനോഹരമായ ഒരു പ്രദേശമാണ്. സിറ്റിയുടെ നടുത്തളത്തിൽ തന്നെ ഈ മ്യൂസിയവും സസ്യജാലങ്ങൾ നിറഞ്ഞ കാഴ്ചകളുമുള്ളത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് വീണ്ടും പോവാം. lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
so loud. We are living in this cruel